മുസ്ലിം ലീഗ് മന്ത്രിമാർക്കെതിരെ പ്രമേയം പാസാക്കി MSF. പേഴ്സണൽ സ്റ്റാഫ് നിയമങ്ങളിൽ മന്ത്രിമാർ തന്നിഷ്ടം കാണിക്കുന്നു. മന്ത്രിമാർ തന്നിഷ്ടപ്രകാരം സ്വന്തം ആളുകളെ തിരികെ കയറ്റിയെന്നും ഭരണം ലഭിച്ചപ്പോൾ MSF അവഗണിക്കപ്പെട്ടെന്നും പ്രമേയം. MSF മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് പ്രമേയം പാസാക്കിയത്. അതേസമയം പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരെയും സ്റ്റാഫാക്കുക എന്നത് പ്രായോഗികമല്ലെന്നും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക സാധ്യമല്ലെന്നും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ഇപ്പോൾ KT സ്വാലിഹ് കൂടി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്നും. സ്വാലിഹ്, ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് മന്ത്രിമാർക്കെതിരെയാണ് MSF പ്രമേയം പാസാക്കിയിരിക്കുന്നത്. അതായത് ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളിൽ മന്ത്രിമാർ അവർക്കിഷ്ടമുള്ളത് കാണിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇവരുടെ ആരോപണം. MSFന്റെയും യൂത്ത് ലീഗിന്റെയും നിരവധി പ്രവർത്തകർ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിനായി കാത്തു നിൽക്കുന്നുണ്ട്. പലരും മന്ത്രിമാർക്ക് നേരിട്ട് അപേക്ഷ നൽകുകയും പല ആളുകൾ മുഖേന പൗരപ്രമുഖരും നാട്ടുകാരും ഒക്കെയുള്ള മുസ്ലിം ലീഗ് കമ്മിറ്റികൾ വഴിയൊക്കെ ഈ ആവശ്യവുമായി എത്തിയിരുന്നു. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെ മന്ത്രിമാർ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ നിയമിക്കുകയാണ് എന്നാണ് യൂത്ത് ലീഗും അതോടൊപ്പം തന്നെ MSFും ആരോപിക്കുന്നത്. MSF ഇക്കാര്യത്തിൽ ഒരു പ്രമേയം ജില്ലാ കമ്മിറ്റി ഒരു പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നു. മന്ത്രിമാർ ഒരു സ്വയം ഭരണ പ്രവണതയാണ് കാണിക്കുന്നത്. അവർ പാർട്ടിയെ അനുസരിക്കുന്നില്ല. MSFകാരെ പൂർണ്ണമായും അവഗണിക്കുകയാണ്. പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങൾ സുതാര്യമാക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയ ഉപസമിതിയെപ്പോലും നോക്കുകുത്തിയാക്കിയാണ് മന്ത്രിമാർ പ്രവർത്തിക്കുന്നത്. ഏകപക്ഷീയമായ ഈ നടപടി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന അണികളോടും പാർട്ടിയോടുമുള്ള വലിയ വഞ്ചനയാണ്. പോഷക സംഘടനകൾ സമർപ്പിച്ച ശുപാർശ മന്ത്രിമാർ തള്ളുന്നത് ശരിയല്ല. ഇത് പരിഗണിക്കണമെന്നൊരാവശ്യമാണ് MSF മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ 10 വർഷം സമരം ചെയ്തും ജയിൽവാസം അനുഷ്ഠിച്ചും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയവരെ എല്ലാം മനഃപൂർവ്വം മാറ്റിയാണ് ഇത്തരത്തിൽ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ നിയമിക്കുന്നത്. MSF പ്രതിനിധികൾ മന്ത്രിമാരുടെ സ്റ്റാഫിൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്നും ഈ പ്രമേയത്തിൽ പറയുന്നു. അതോടൊപ്പം PMCയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇത് നടപ്പാക്കരുതെന്ന ആവശ്യം കൂടി പ്രമേയത്തിലുണ്ട്. എന്നാൽ സ്റ്റാഫ് നിയമനം ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ഇത് പൂർണ്ണമാവുന്നതോടെ ഈ പരാതിയൊക്കെ പരിഹരിക്കപ്പെടും. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. വളരെ നീണ്ട പട്ടികയാണ്. ഒരുപാട് പേർ സ്റ്റാഫ് നിയമനത്തിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. അതെല്ലാം പരിഗണിക്കുക പ്രായോഗികമല്ല എന്ന വിശദീകരണവുമായി P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ, മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് മാസ്റ്ററും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് സ്വാലിഹ്, ഇവരുടെ ഈ പ്രമേയത്തിൽ വിമർശിക്കുന്നത് പോലെ ഈ 10 വർഷക്കാലം സംഘടനയ്ക്ക് വേണ്ടി തെരുവിൽ സമരം ചെയ്യുകയും എന്നാൽ യാതൊന്നും ചെയ്യാതെ വിയർപ്പൊഴുക്കാത്ത മറ്റു പലരെയും പാർട്ടിയിലേക്ക് അംഗത്വം കൊടുക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇത് പോകുന്നത്. എന്നാൽ ഇവരുടെ ഭാഗത്ത് നിന്നുള്ള, അതായത് ഇപ്പോൾ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് വ്യക്തമാക്കിയത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന്. അതൊരു ന്യായമാണോ? ഒരുപാട് പേർ ഇത്തരത്തിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. പല മേഖലകളിലുള്ള MSFന്റെ പ്രവർത്തകരും യൂത്ത് ലീഗിന്റെ പ്രവർത്തകരും ഒക്കെ ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗത്വത്തിന് വേണ്ടി, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷെ അവരെ എല്ലാം പരിഗണിക്കാൻ കഴിയില്ല. പക്ഷെ ഈ പരാതി ഏതാണ്ട് പരിഹരിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പറയുന്നത്. സാധാരണ നിലയിൽ ഈ പാർട്ടികളൊക്കെ അതത് പാർട്ടി പ്രവർത്തകർക്ക്, പോഷക സംഘടനകളിലുള്ള ആളുകൾക്കൊക്കെ ഒരു പരിഗണന നൽകാറുണ്ട്. എന്നാൽ മന്ത്രിമാർ ഇത്തരത്തിൽ ഏകപക്ഷീയമായി അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ കൂടുതൽ നിയമിക്കുന്നു. പാർട്ടി പറഞ്ഞ ആളുകളെ അങ്ങനെ ഉൾപ്പെടുത്താതെ മാറ്റിവെക്കുന്നു. ഇതാണ് ഇപ്പോൾ MSFനെയൊക്കെ ചൊടിപ്പിച്ചിരിക്കുന്നത്. 10 വർഷത്തോളം സമരം ചെയ്തും ഒക്കെ ഈ സജീവമായി നിന്നത് ഇത്തരത്തിലുള്ള ജോലി നിയമനങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ് പല പ്രവർത്തകരും ഇതിന്റെ ഭാഗമായി നിൽക്കുന്നത്. അവരൊക്കെ ഈ ജോലി ലഭിക്കുമെന്ന് വലിയൊരു പ്രതീക്ഷയിലുള്ള ആളുകളാണ്. അത് ഡ്രൈവർ മുതൽ മറ്റ് പേഴ്സണൽ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള പല സ്റ്റാഫിലെ ഏതാണ്ട് എല്ലാ തസ്തികകളിലേക്കും ആളുകൾ, നിരവധി പേർ ഇത്തരത്തിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് മുസ്ലിം ലീഗിൽ. അവർക്കൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിനും പ്രമേയത്തിനും ഇടയാക്കിയിരിക്കുന്നത്. സ്വാലിഹ്, തുടരണം. ഇപ്പോൾ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് മാസ്റ്ററുടെ വാക്കുകൾ കൂടി കേൾക്കാം. അപേക്ഷകരുണ്ട് മന്ത്രിമാരുടെ സ്റ്റാഫിൽ വരാൻ വേണ്ടിയിട്ട്.
കാരണം MSFൻ്റെ യൂത്ത് ലീഗിൻ്റെയൊക്കെ പ്രധാനപ്പെട്ടിട്ടുള്ള എന്നാൽ അഭ്യസ്തവിദ്യരായ ക്വാളിഫൈഡായ കുറേ ആൾക്കാരുണ്ട്. മന്ത്രിമാരുടെ സ്റ്റാഫിൽ നിശ്ചയിക്കുന്നതിന് എണ്ണം ഉണ്ടല്ലോ, അതിൻ്റെ എത്രയോ 10 മടങ്ങ് കൂടുതലാണ് അപേക്ഷകരുടെ എണ്ണം ഞങ്ങളുടെ കൂട്ടത്തിൽ. എല്ലാവരെയും ഒന്നും തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിച്ചോളുന്നില്ല. പരമാവധി ആൾക്കാരെ അതിൻ്റെ മെറിറ്റ് നോക്കിയിട്ട് നിശ്ചയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാലിഹ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്, അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് മന്ത്രിമാരുടെ സ്റ്റാഫുകളിലേക്ക് ഒരു എണ്ണമുണ്ട്, അതിൽ കവിഞ്ഞുള്ള അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് മാത്രമേ അംഗത്വം നൽകാനാകൂ, അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ യൂത്ത് ലീഗും MSFും ഒക്കെ ഔദ്യോഗികമായ നൽകിയ ലിസ്റ്റുകൾ ഈ മന്ത്രിമാർ തള്ളിക്കളഞ്ഞു എന്നൊരു ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. ഒരു മന്ത്രിക്ക് പരമാവധി സ്റ്റാഫുകളുടെ എണ്ണത്തിന്റെ 3 ഇരട്ടിയും 4 ഇരട്ടിയും ഒക്കെ അപേക്ഷ മുസ്ലിം ലീഗ് ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവരെ എല്ലാവർക്കും എങ്ങനെയാണ് ജോലി നൽകുക? ഇത് ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നൽകുന്നത് കൂടിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും പരമാവധി പേരെ പരിഹരിക്കുമെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. പക്ഷേ MSF പറയുന്നത് അവരെ മാറ്റി നിർത്തി, അതായത് വളരെ സജീവമായി പ്രവർത്തന രംഗത്തൊക്കെ ഉണ്ടായിരുന്ന പോഷക സംഘടനകൾ നൽകിയ അപേക്ഷകളാണ്. യൂത്ത് ലീഗ് ആയാലും MSF ആയാലും അവരെ മാറ്റി നിർത്തി ചില മന്ത്രിമാർ ഈ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചിരിക്കുന്നതൊക്കെ തന്നിഷ്ടത്തോടെയാണ്. ഈ സംഘടനയുമായി ബന്ധമില്ലാത്ത ചില മാധ്യമ പ്രവർത്തകരെയും മറ്റുമൊക്കെ ഇതിന്റെ ഭാഗമായി നിയമിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എങ്ങനെയാണ് നൽകുന്നത്? ഇതിൽ ഒരു മുൻഗണന നൽകേണ്ടത് MSFനും യൂത്ത് ലീഗും പോലെയുള്ള പോഷക സംഘടനകളുടെ ആളുകൾക്ക് ഒരു മുൻഗണന നൽകണം എന്നൊരാവശ്യമാണ് ഈ സംഘടനകൾ എല്ലാം തന്നെ ഉയർത്തുന്നത്. അതാണ് ഈ പ്രമേയത്തിലും വിശദീകരിച്ചിരിക്കുന്നത്. ശരി, സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗ് മന്ത്രിമാർക്കെതിരെ ഇപ്പോൾ MSF പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങൾ മന്ത്രിമാർ തന്നിഷ്ടം കാണിക്കുന്നു എന്നാണ് പ്രമേയത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വാലിഹാണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.